ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അത് ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ ചെറുതാകാം. പക്ഷെ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കുള്ളൊരു സ്വപ്നമുണ്ടെന്ന്. അത് ചിലപ്പോൾ നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പലപ്പോഴും സ്വപ്നമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ ആ സ്വപ്നം തന്നെയാവാം നിങ്ങളെ ഈ വീഡിയോ കാണാൻ പ്രേരിപ്പിക്കുന്നതും. ഈ സമയത്തിനുള്ളിൽ പലരും മനസ്സിലാക്കി കാണും, ഒരു സ്വപ്നവും എളുപ്പമല്ലെന്ന്. അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം നേടുക എന്നത് കഷ്ടപ്പാടാണെന്ന് തോന്നുന്ന നിമിഷങ്ങളാകും ഇപ്പോൾ നിങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ടാലൻ്റ് ഉണ്ടോ? മറ്റുള്ളവരെ പോലെ നല്ല കഴിവുണ്ടോ? എനിക്കൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഒന്നും ചെയ്യാൻ പറ്റാതെ സമനില തെറ്റിയ നിമിഷങ്ങളുണ്ടാവും. മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് ഞാനൊരു കഴിവ് കെട്ടവനാണെന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ശരിക്കും ആരും കാണാതെ ഒന്ന് കരയണമെന്ന് പോലും നമ്മൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. എല്ലായിടത്തും തോറ്റുപോകുന്ന നിമിഷങ്ങൾ, ഒരിടത്തും റെസ്പെക്റ്റ് കിട്ടുന്നില്ല, എല്ലാവരും നമ്മളെ കളിയാക്കുന്നെന്ന തോന്നൽ, ആകെ ഒറ്റപ്പെട്ട അവസ്ഥ. എനിക്ക് നിങ്ങളുടെ ആ അവസ്ഥ മനസ്സിലാവും, കാരണം ഞാനും നിങ്ങളിൽ ഒരാളാണല്ലോ. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല. ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും നിങ്ങളെ വിട്ടുപോയിട്ടില്ല. അങ്ങനെ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്നെ കേൾക്കില്ലായിരുന്നു. ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനെ പൊരുതി വന്നവർ തന്നെയാണ്. ആരും ആർക്കും ഒന്നും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. നോ പെയിൻ നോ ഗെയിൻ. ഈ ഒരു കോട്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അതെ, വേദന അനുഭവിക്കാതെ ആരും ഇവിടെ ഒന്നും നേടിയിട്ടില്ല. നിന്റെ മനസ്സ് ഇപ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ സ്വപ്നങ്ങളോട് ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് നീ മനസ്സിലാക്കേണ്ടത്. അതെ, പക്ഷെ അത് മുന്നോട്ട് പോകണോ എന്ന് ഇന്ന് നീ തന്നെ തീരുമാനിക്കണം. നമ്മൾ തോറ്റു കൊടുക്കാനായിട്ടല്ല, ഇനി നമ്മൾ തോറ്റു കൊടുക്കുകയുമില്ല. നമ്മളെ വിഷമിപ്പിച്ചവരെ, ഒറ്റപ്പെടുത്തിയവരെ, കഴിവ് കെട്ടവനെന്ന് വിളിച്ചവരെ, കരയിപ്പിച്ചവരുടെ മുന്നിൽ നീ ജയിപ്പിച്ചു കാണിക്കാൻ തയ്യാറാണോ? ബ്രോ, ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ തോറ്റവർ പറയുന്നത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അത് നിങ്ങൾ എത്ര വലിയ ഐഡിയ കൊടുക്കുകയാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ ജയിച്ചവൻ പറയുന്നത് എന്തു കേൾക്കാനും ഇവിടെ ആളുകളുണ്ട്. നിന്റെ കൂടെ നിൽക്കാൻ ഒരു കൂട്ടം ആളുകൾ തന്നെയുണ്ട്. നീ നിന്റെ വിജയത്തിൻ്റെ പുറകെ പോകൂ. നീ സ്വപ്നം കാണ്. നിന്നെ ആളുകൾ കേൾക്കുന്ന സ്വപ്നം കാണ്. നിനക്കിപ്പോൾ ഉള്ള സംശയങ്ങൾ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവർക്ക് തോന്നുന്ന ചിന്തകൾ മാത്രമാണ്. ഇന്ന് നീ നിന്റെ സ്വപ്നങ്ങൾക്ക് ചേരാനായി നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഒരുപക്ഷെ നിന്നെ സംബന്ധിച്ച് ഏറ്റവും ചെറുതായിക്കോട്ടെ അത്. പക്ഷേ നീ ഇന്നിവിടെ ചെയ്യുന്നത് നിന്റെ സ്വപ്നത്തിലേക്കുള്ള വാതിലിൻ്റെ ഒരു തുറന്നിടലാണ്. ഈ ദിവസവും കടന്നു പോകുമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കഷ്ടപ്പാടും അങ്ങനെയാണ്. അതെ, കഷ്ടപ്പാടുകളുള്ള നിമിഷങ്ങളും നമ്മളെ കടന്നു പോകും. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ ഭൂമിയിൽ വന്ന് ചുമ്മാ ജീവിച്ചു മരിക്കാനല്ല. നിനക്കൊരു ഐഡന്റിറ്റി നീ ഉണ്ടാക്കണം. നിന്റെ കഥ കേൾക്കുമ്പോൾ അനേകം പേര് ഇൻസ്പയർഡ് ആവണം. നിന്റെ ഇന്നത്തെ തോൽവികൾ അവർക്കത് ജീവിക്കാനായിട്ടുള്ള ഊർജമായിട്ട് പകരണം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്കറിയാം, ആളുകൾ പരസ്പരം പഴി പറയുന്നതും കുറ്റങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നതും അവർക്ക് എന്ത് ഇല്ല എന്ന് പറഞ്ഞതും കൊണ്ടാണ്. ഒരിക്കൽ അവർ ആരും അവരുടെ കയ്യിൽ എന്തുണ്ട്, എന്ത് കഴിവുണ്ട്, എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, എനിക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നൊന്നും ചിന്തിക്കുന്നില്ല, പറയുന്നില്ല. അതെ, അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന മനുഷ്യർ വളരെ കുറവാണ്. അങ്ങനെ എന്തൊക്കെ എന്നിലുണ്ട്, ഞാൻ ആരാണ് എന്ന് ചിന്തിച്ച ആളുകളാണ് ഇന്ന് വിജയിച്ചവരിൽ മിക്കവരും. ഇന്ന് നീ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഈ ലോകത്ത് ഒരു ഐഡന്റിറ്റിയും ഇല്ലാതെ ഒരു സാധാരണ മനുഷ്യനായി നീയും ജീവിക്കും, മരിക്കും. ജീവിതം മൊത്തം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിക്കും. എനിക്ക് ഒന്നും പറ്റുന്നില്ല, എനിക്ക് കഴിവില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇതൊക്കെ നീ ഇനിയും പറഞ്ഞിരുന്നാൽ നിന്നിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. യെസ്, ഡു ഹാർഡ് വർക്ക്. നിന്റെ സ്വപ്നത്തിലേക്ക് എത്താൻ നീ അധ്വാനിക്ക്, കഷ്ടപ്പെട്. നീ ആദ്യം കംപ്ലൈൻറ്റ് പറയുന്നത് നിർത്ത്. നീ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്ക്. നിനക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്ക്. എങ്ങനെ പണം നിനക്ക് വേണ്ടി പണിയെടുക്കുമെന്ന് ചിന്തിക്ക്. നീ നിന്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്ക്. നിന്റെ ചുറ്റിലും കംപ്ലൈൻറ്റ് പറയുന്ന എത്ര ആളുകളുണ്ടെന്ന്. അവർ ഇപ്പോഴും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ?
ലക്ഷ്യസ്ഥാനത്തെത്തിയോ, അവരെന്തെല്ലാം നേടി. നിനക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. നിനക്കൊരു ഫാമിലിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. നീ ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നീ ചിന്തിക്ക്, ആർക്കാണ് ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും കിട്ടിയിട്ടുള്ളത്? ആർക്കാണ് ജീവിതത്തിൽ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്? ആർക്കും ഉണ്ടായിട്ടില്ല. സോ സ്റ്റോപ്പ് കംപ്ലൈനിങ് യുവർ സെൽഫ്. അതുകൊണ്ട് പരാതികൾ പറയുന്നത് നിർത്തി ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുമെന്ന് നോക്ക്. മറ്റുള്ളവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് നോക്ക്. ഹൗ ക്യാൻ യു ഡു സംതിങ്? പല പടികൾ കയറേണ്ടി വരാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരാം. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരാം. പക്ഷെ നീ നിന്നെ വിശ്വസിക്ക്. നീ ചെയ്യുന്ന ഹാർഡ് വർക്കിൽ വിശ്വസിക്ക്. നിനക്ക് ഒറ്റ നിമിഷം മതി ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ കാണുന്ന അവസാനിപ്പിക്കാം. പക്ഷെ നീ ഒരിക്കലും ചിലപ്പോൾ നിന്നെപ്പറ്റി ഇനി ചിന്തിക്കണമെന്നില്ല. സോ കീപ് ട്രൈയിങ്. ഇന്ന് നീ പഠിച്ച പാഠങ്ങൾ നിന്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അവർ എന്നെ മോശമായിട്ട് കാണുമോ? ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന എല്ലാ ചിന്തകളും നീ ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. നീ നിന്നെ വിശ്വസിക്കുക. നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യ്. വിട്ടുകൊടുക്കല്ലേ, തോൽക്കാൻ നിന്നു കൊടുക്കല്ലേ. ലോകം എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും അവരെ തടയാനായിട്ട് പറ്റില്ല, പക്ഷേ അവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇഫ് യു വാണ്ട് യുവർ ഡ്രീംസ് ടു കം ട്രൂ, ഡോണ്ട് എവർ സ്ലീപ്പ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ഇന്ധനം. പക്ഷെ അതിനെല്ലാമുള്ള ഇന്ധനമാണ് നിന്റെ സ്വപ്നം. ആ എനർജി ആവും നിന്റെ ജീവിതത്തിൻ്റെ ഇന്ധനം. നിനക്കിപ്പോൾ 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ എല്ലാവരെയും പോലെ ജീവിക്കാം, മരിക്കാം. അല്ലെങ്കിൽ നിന്റെ സ്വപ്നത്തിന് പുറകെ പോയി ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതെ, പുറകോട്ട് പോകാനുള്ള ആളല്ല നീ. മുന്നോട്ട് കുതിക്കാനുള്ള ശ്രമത്തിലാണ് നീ. റെസ്പെക്ട് യുവർ ഡ്രീം. പുട്ട് ഹാർഡ് വർക്ക് ഓൺ ഇറ്റ്. നിനക്ക് ഈ ലോകത്തിൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.